ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മാർച്ച് 23 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. പാകിസ്ഥാന്റെ 24ാമത് പ്രധാനമന്ത്രിയായി PML പ്രസിഡന്റ് ഷഹബാസ് ഷരീഫ് ചുമതലയേറ്റു. ഫെബ്രുവരി 8 നടന്ന തെരഞ്ഞെടുപ്പിൽ PML എന്നും PPPയും ചേർന്നുള്ള സഖ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയാണ് ഷഹബാസ്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ഐവാൻ സദറിലാണ് ചടങ്ങുകൾ നടന്നത്. സംസ്ഥാനത്ത് ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ വരവിൽ റെക്കോർഡ് വർധന. ടൂറിസം വകുപ്പാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 2022 അപേക്ഷിച്ച് 2023 ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 15.92% വർധനയാണ് രേഖപ്പെടുത്തിയത്. 2,18,71,641 പേർ കേരളം സന്ദർശിച്ചു. ഏറ്റവും അധികം സന്ദർശകർ എത്തിയത് ഇടുക്കിയിലാണ്. തിരുവനന്തപുരം, തൃശൂർ എന്നിവയാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. കേരളത്തിലേക്കുള്ള വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലും വർധന രേഖപ്പെടുത്തി. 6,49,057 പേരാണ് കേരളം സന്ദർശിച്ചത്. 87.83% വളർച്ചയാണിത്. എറണാകുളം ജില്ലയാണ് ഒന്നാമത്. കളിമണ്ണിൽ തീർത്ത ശില്പങ്ങളും പാത്രങ്ങളും വാങ്ങാൻ മൺകൂരൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം തയ്യാറാക്കി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ്. മണ്ണിന്റെ ശബ്ദം എന്നാണ് മൺകൂരൽ എന്ന വാക്കിന്റെ അർത്ഥം. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമായ സീസ്പേസ് നിലവിൽ വന്നു. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഒരു OTT പ്ലാറ്റ്ഫോം നിലവിൽ വരുന്നത്. ആദ്യഘട്ടത്തിൽ 35 ഫീച്ചർ സിനിമകളും 6 ഡോക്യുമെന്ററികളും ഒരു ഹ്രസ്വ ചിത്രവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡൗൺലോഡ് ചെയ്യുന്ന സിനിമ 3 ദിവസം വരെയും കണ്ടു തുടങ്ങിയാൽ 72 മണിക്കൂർ വരെയും സൂക്ഷിക്കാം. ഒരു ഫീച്ചർ സിനിമയ്ക്ക് 75 രൂപയാണ് നിരക്ക്. കാണുന്ന സിനിമയ്ക്കു മാത്രമേ പണം നൽകേണ്ടതുള്ളൂ. ഗർഭചിത്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാകുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ്. ഫ്രഞ്ച് പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്ന് നടത്തിയ അന്തിമ വോട്ടെടുപ്പിൽ 72-നെതിരെ 780 വോട്ടുകൾക്കാണ് ബില്ല് പാസായത്. ബില്ലിനായി 1958 ഫ്രഞ്ച് ഭരണഘടന ഭേദഗതി ചെയ്തു. ആധുനിക ഫ്രാൻസിന്റെ 25ാമത്തെയും 2008 ശേഷമുള്ള ആദ്യത്തെയും ഭേദഗതിയാണിത്. ഉപരിസഭയായ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ 267 അംഗങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു. 50 പേർ മാത്രമായിരുന്നു എതിർത്തത്. കൊൽക്കത്ത മെട്രോയുടെ ഭാഗമായി മെട്രോ ട്രെയിനുകൾ കടന്നു പോവാൻ വെള്ളത്തിനടിയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ അണ്ടർവാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഹൂഗ്ലി നദിയിൽ നിർമ്മിച്ച ടണലിന് 520 മീറ്ററാണ് നീളം. ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ ഭാഗമായാണ് ഹൗറ മൈതാൻ മുതൽ എക്സ്പനേഡ് വരെ നീളുന്ന പാത നിർമ്മിച്ചത്. 16.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ 10.8 കിലോമീറ്റർ ഭാഗം ഭൂമിക്കടിയിലൂടെയാണ് കടന്നു പോകുന്നത്. 6 സ്റ്റേഷനുകളാണ് അണ്ടർ വാട്ടർ മെട്രോയുടെ ഭാഗമായി ഉണ്ടാവുക. ലോകത്തിലെ ആദ്യ വേദഘടികാരം മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ സ്ഥാപിച്ചു. ജന്തർ മന്ദറിൽ സ്ഥാപിച്ച ടവറിലാണ് വേദഘടികാരം സ്ഥാപിച്ചത്. ടവറിന് 85 അടി ഉയരമുണ്ട്. ഗ്രഹങ്ങളുടെ സ്ഥാനം, വൈദിക പഞ്ചാംഗം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം, ഗ്രീൻവിച്ച് സമയം എല്ലാം ക്ലോക്കിൽ പ്രദർശിപ്പിക്കും. ലക്ഷദ്വീപിലെ ഇന്ത്യയുടെ പുതിയ നാവിക താവളം INS ജഡായു പ്രവർത്തനം ആരംഭിച്ചു. മിനിക്കോയിലാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ വിമാനത്താവളം സ്ഥാപിച്ചത്. മാലദ്വീപുകളിൽ നിന്ന്
അടുത്താണ് പുതിയ വിമാനത്താവളം. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ സമ്മർ 2 മിസൈൽ വികസിപ്പിച്ച് ഇന്ത്യൻ വ്യോമസേന. സർഫസ് ടു എയർ മിസൈൽ ഫോർ എഷ്വേർഡ് റിറ്റാലിയേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് സമ്മർ. വ്യോമസേനയുടെ 7 ബേസ് റിപ്പയർ ഡിപ്പോ ആണ് മിസൈൽ നിർമ്മിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്. വായുശക്തി 24 അഭ്യാസ പ്രകടനത്തിൽ മിസൈൽ തൊടുത്തിരുന്നു. ആപ്പിൾ കമ്പനിക്ക് 180 കോടി യൂറോ പിഴയിട്ട് യൂറോപ്യൻ കമ്മീഷൻ. യൂറോപ്യൻ യൂണിയന്റെ നിയമം ലംഘിച്ച് സ്വന്തം സംഗീതം ആപ്ലിക്കേഷനു മാത്രം പ്രോത്സാഹനം നൽകിയതിനാണ് പിഴ. സ്വീഡിഷ് സ്ട്രീമിംഗ് ആപ്പായ സ്പോട്ടിഫൈ നൽകിയ പരാതിയിലാണ് നടപടി. മറ്റു ആപ്പുകളെക്കുറിച്ച് iOS ഉപയോക്താക്കളെ പൂർണ്ണമായും അറിയിച്ചില്ലെന്നതാണ് കുറ്റം. കേരള ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ട ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. 2023 നവംബറിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 7 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ചത്. അതേസമയം ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ബില്ലുകൾ രാഷ്ട്രപതി അംഗീകരിച്ചിട്ടില്ല. വ്യോമസേനയുടെ ശക്തി പ്രകടനവുമായി വായുശക്തി 2024 അഭ്യാസ പ്രകടനം രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്നു. 121 യുദ്ധവിമാനങ്ങൾ അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി. 5ാം തലമുറ യുദ്ധവിമാനമായ ഖാൻ വികസിപ്പിച്ചെടുത്ത രാജ്യം. ഉത്തരം ടർക്കി. വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിലൊരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം. ഉത്തരം മധ്യപ്രദേശ്. ഈ ഡിസ്ട്രിക്ട് പോർട്ടലിന്റെ ഉപയോഗം സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ ഉറപ്പുവരുത്താൻ വിജിലൻസ് നടത്തിയ പരിശോധന. ഉത്തരം ഓപ്പറേഷൻ സുതാര്യത. 2024 ഫെബ്രുവരി 27-ന് 94-ാം വയസ്സിൽ അന്തരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ MP. ഉത്തരം ഷഫീഖുർ റഹ്മാൻ ബാർഗ്. അടുത്തിടെ ഡെങ്കിപ്പനി കേസുകളെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. ഉത്തരം പെറു. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി വളം പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ജാർഖണ്ഡ്. ഇലോൺ മസ്കിനെ പിന്തള്ളി ലോകസമ്പന്നരിൽ 1-ാം സ്ഥാനത്തെത്തിയ വ്യക്തി. ഉത്തരം ജെഫ് ബെസോസ്. അടുത്തിടെ 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ഗുജറാത്തിലെ വിമാനത്താവളം. ഉത്തരം ജാംനഗർ വിമാനത്താവളം. ഇതോടെ 2024 മാർച്ച് 23 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറന്റ് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.